കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ചില സ്പെഷ്യൽ എക്സ്പെൻസുകളുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമതായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആണ്. അതായത് റിസർച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ദി കോസ്റ്റ് ഓഫ് സെർച്ചിങ് ന്യൂ പ്രോഡക്റ്റ്, ന്യൂ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, പ്രോസസ്സ് ഓർ എക്യുപ്മെൻറ്റ്, ഇതിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ദി കോസ്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ഓർ അതർ നോളജ് ഇൻ ടു എ പ്ലാൻ ഓർ ഡിസൈൻ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സബ്സ്റ്റാൻഷ്യലി ഇംപ്രൂവ്ഡ് മെറ്റീരിയൽ, ഡിവൈസ്, പ്രോഡക്റ്റ്, പ്രോസസ്സ് എക്സെട്ര. ഇത്തരത്തിലുള്ള റിസർച്ച് കോസ്റ്റിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ എ റിസർച്ച്, സാലറീസ് ആൻഡ് വേജസ്, സബ്സ്ക്രിപ്ഷൻ ടു ബുക്സ് ആൻഡ് ജേർണൽസ്, സബ്സ്ക്രിപ്ഷൻ ടു റിസർച്ച് അസോസിയേഷൻസ്, കോസ്റ്റ് ഓഫ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ആൻഡ് ട്രയൽ റൺസ്, ഡിപ്രിസിയേഷൻ, ഇൻഷുറൻസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് ആൻഡ് റിസർച്ച് എക്യുപ്മെൻറ്റ്, പ്ലാന്റ് എക്സെട്ര, പാറ്റൻറ്റ് ഫീ, അതേപോലെ തന്നെ അപ്പ് കീപ്പ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസ്, ട്രാവലിംഗ് കോസ്റ്റ് ഫോർ സർവേ, ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് ഇവിടെ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സാമ്പിൾസ് ആണ്, അതിൻ്റെ കോസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഇതിൽ ഓരോന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് നമുക്ക് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് സർവേ കോസ്റ്റ്, അതായത് റിസർച്ച് കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യുന്നത് ബേസിക് റിസർച്ചിനും അപ്ലൈഡ് റിസർച്ചിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ബേസിക് റിസർച്ച് എങ്ങനെയാണ്? ബേസിക് റിസർച്ച് എയിംസ് അറ്റ് ദി ഡിസ്കവറി ഓഫ് ന്യൂ ഐഡിയാസ് ഓർ ബ്രേക്കിംഗ് ന്യൂ ഗ്രൗണ്ട് ആണ്. പുതുതായിട്ടൊരു കാര്യം കണ്ടെത്താനാണ് ബേസിക് റിസർച്ച്. അഡ്വാൻസ്മെൻറ്റ് ഓഫ് നോളജ് ഈസ് ഇറ്റ്സ് ബേസിക് എയിം. ദി ബേസിക് റിസർച്ച് കോസ്റ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഫാക്ടറി ഓവർഹെഡ് ഫോർ ദി period during which it has been incurred and has to be absorbed into product cost. ആ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതൊരു ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് കോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബേസിക് റിസർച്ചിൻ്റെ കേസിൽ. ഇനി അപ്ലൈഡ് റിസർച്ച് ആണെങ്കിലോ, അപ്ലൈഡ് റിസർച്ച് ഈസ് ഓറിയൻറ്റഡ് ടുവാർഡ്സ് കറണ്ട് പ്രോബ്ലംസ് ആൻഡ് എയിംസ് ടു ഫൈൻഡ് ബെറ്റർ സൊല്യൂഷൻ ഫോർ ദം. നിലവിലുള്ള പ്രോബ്ലം എന്താണോ അതിനൊരു ബെറ്റർ സൊല്യൂഷൻ കിട്ടാനാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ചിനെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അപ്ലൈഡ് റിസർച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇഫ് അപ്ലൈഡ് റിസർച്ച് കോസ്റ്റ് ആർ ഇൻകേർഡ് ഫോർ ഇംപ്രൂവിങ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, നിലവിലുള്ള പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ലൈഡ് റിസർച്ച് വരുന്നതെങ്കിൽ അത് ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇനി ഇഫ് അപ്ലൈഡ് റിസർച്ച് കോസ്റ്റ് ആർ ഇൻകേർഡ് ഫോർ സെർച്ചിങ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദേ ഷുഡ് ബി അമോർട്ടൈസ്ഡ് ഓവർ ദി ഫ്യൂച്ചർ പീരീഡ്. ഭാവിയിൽ ഒരു കാര്യം നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യും, അമോർട്ടൈസ് ചെയ്യും, റിട്ടേൺ ഓഫ് ചെയ്യും. ഇനി റിസർച്ച് കോസ്റ്റ് ഇൻകേർഡ് ഫോർ എ കസ്റ്റമർ ഷുഡ് ബി ചാർജ്ഡ് ടു ഹിം. ഇനി കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അത് ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു അപ്ലൈഡ് റിസർച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആണ്. ഡെവലപ്മെൻറ്റ് കോസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണോ റിസർച്ച് കോസ്റ്റിനെ ട്രീറ്റ് ചെയ്തത് അതേ രീതിയിൽ തന്നെ ഡെവലപ്മെൻറ്റ് കോസ്റ്റിനെ ട്രീറ്റ് ചെയ്യും. ഇനി ഇതിൽ വരുന്ന ചില ടേംസുകൾ പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. അതായത് പ്രിലിമിനറി എക്സ്പെൻസ് ആർ ദോസ് എക്സ്പെൻസ് വിച്ച് ആർ ഇൻകേർഡ് ബൈ പ്രൊമോട്ടേഴ്സ് ഓഫ് കമ്പനീസ് ഓർ ബിസിനസ് എൻ്റർപ്രൈസസ് ബിഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ഓർ സ്റ്റാർട്ട് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരും? ലീഗൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫീസ്, ലോഗോ ഡിസൈനിങ് കോസ്റ്റ്, പ്രിൻറ്റിംഗ് കോസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇതൊക്കെ എന്താണ്, പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. ഈ പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ദി ബെനിഫിറ്റ്സ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് ഇൻകേർഡ് വിൽ അക്വയർ ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങളിലാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് റിട്ടേൺ ഓഫ് ഓവർ എ സെർട്ടൈൻ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു 5 വർഷത്തെ ഓരോ വർഷങ്ങളിലും അതെന്ത് ചെയ്യും, റിട്ടേൺ ഓഫ് ചെയ്തുകൊണ്ട് അതിൻ്റെ കോസ്റ്റിനെ നമ്മൾ അത് ഈടാക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഫിക്റ്റീഷ്യസ് അസറ്റ്. ഒരു ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിളാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് ആണ്. ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് മാനുഫാക്ചർ ഇറ്റ് മേ ഹാപ്പൺ ദി സം യൂണിറ്റ് ആർ ഡിഫക്റ്റീവ്. അപ്പോൾ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ആർ ദോസ് വിച്ച് ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് നോംസ് റിലേറ്റിംഗ് ടു സ്പെസിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റി. അങ്ങനെ വരുന്ന ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ സച്ച് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ക്യാൻ ബി റിവോക്ഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു സെയിലബിൾ കണ്ടീഷൻ ബൈ അപ്ലൈയിങ് അഡീഷണൽ മെറ്റീരിയൽ. ഓക്കെ, അഡീഷണൽ മെറ്റീരിയലും ലേബറും കൊടുത്തുകൊണ്ട് വീണ്ടും അത് സെയിലബിൾ കണ്ടീഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ദസ് അഡീഷണൽ കോസ്റ്റ് ആർ ഇൻകേർഡ് ഫോർ ദി റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്റ്റീവ് വർക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ അഡീഷണൽ കോസ്റ്റ് വീണ്ടും ഈടാക്കേണ്ടി വരും. അങ്ങനെ വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി കോസസ് ഫോർ ഡിഫക്റ്റീവ്സ്. ഒരു പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആണുള്ള കോസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പുവർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ, ലാക്ക് ഓഫ് സ്കിൽ ഓർ ട്രെയിനിങ്, ലാക്ക് ഓഫ് പ്രോപ്പർ സൂപ്പർവിഷൻ, കെയർലെസ് ഇൻസ്പെക്ഷൻ, പുവർ വർക്കിംഗ് കണ്ടീഷൻ, ഡിഫക്റ്റീവ് പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ്, അതേപോലെ ഫോൾട്ടി ഡിസൈൻ ഓഫ് പ്രൊഡക്റ്റ്, റോങ് ടൂൾ സെറ്റിംഗ്. ഇതൊക്കെ എന്താണ് ഡിഫക്റ്റീവ് ആവാനുള്ള കോസസ് ആണ്, കാരണങ്ങളാണ്. ഇനി കൺട്രോൾ ഓഫ് ഡിഫക്റ്റീവ് ആണ്. എവരി എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു റെഡ്യൂസ് ദി നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബിക്കോസ് ദേ ഇൻക്രീസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിഫക്റ്റീവ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. സ്റ്റെപ്പ് മേ ബി ടേക്കൺ ടു എലിമിനേറ്റ് ദി റീസൺസ് ഫോർ ഡിഫക്റ്റീവ് വർക്ക്. ഓക്കെ, ഇനി അതിന് വരുന്ന ചില സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് അതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിഫക്റ്റീവ് വർക്ക് ആൻഡ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് വുഡ് ബി ഫിക്സ്ഡ്. ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കണം. അതേപോലെ ദി ഡിസൈൻ, എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ബി ഇൻവോൾവ്ഡ് ഇൻ ദി ഡിസൈൻ ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിൽ ഇൻവോൾവ് ആവണം. ദിസ് വുഡ് ലീഡ് ടു പ്രോപ്പർ ഡിസൈൻ ഓഫ് പ്രൊഡക്റ്റ്. ഇനി മൂന്നാമത്തത്, ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് സെലക്ട് ദി റൈറ്റ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. നല്ല ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഇനി അതേപോലെ പ്രോപ്പർ പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി സെലക്റ്റഡ്. കൃത്യമായ പ്ലാന്റ് ആൻഡ് മെഷീനറി സെലക്ട് ചെയ്യുക. ഇനി ഓൺലി ദോസ് ഓപ്പറേറ്റേഴ്സ് ഹു ഹാവ് പ്രോപ്പർ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ് മസ്റ്റ് ബി സെലക്റ്റഡ്. ലേബേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ സെലക്ട് ചെയ്യുക. അടുത്തത്, റിപ്പോർട്ട്സ് ഓൺ ഡിഫക്റ്റീവ് വർക്ക് ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഫോർമാൻ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി പ്രോപ്പർലി. കൃത്യമായിട്ട് ഈ ഒരു ഡിഫക്റ്റീവ് വർക്കിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. അതേപോലെ എ സ്യൂട്ടബിൾ ഇൻസെൻറ്റീവ് സ്കീം മേ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ മിനിമൈസിങ് ഡിഫക്റ്റീവ് വർക്ക്. ഡിഫക്റ്റീവ് വർക്ക് കുറക്കുന്ന ആളുകൾക്ക് ഇൻസെൻറ്റീവ് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിഫക്ട്സ് ഒഴിവാക്കുവാൻ സാധിക്കും ഒരു പ്രൊഡക്റ്റിനുള്ളിൽ. നെക്സ്റ്റ് നമ്മൾ ഇതിൽ വരുന്ന ചില ടേംസുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ചില ടേംസുകളാണ്. അതിൽ ഒന്നാമത്തത് ഒബ്സലൻസ് ആണ്. ദാറ്റ് ഈസ് ഒബ്സലൻസ് ഈസ് ദി സഡൻ ലോസ് ഓഫ് വാല്യൂ ഓഫ് എൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ പെട്ടെന്ന് ലോസ് സംഭവിക്കുന്നു ഡ്യൂ ടു ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ ഓർ ടെക്നോളജിയിലോ അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷനിലോ ചേഞ്ച് ഉണ്ടാകുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, സഡൻ ലോസ് സംഭവിക്കുന്നതിനെയാണ്, വാല്യൂ ഓഫ് അസറ്റിൽ സഡൻ ലോസ് സംഭവിക്കുന്നതിനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. സപ്പോസ് ദി എക്കണോമിക് ലൈഫ് ഓഫ് എ മെഷീൻ is 10 years. However, after using for 4 years, it is forced to be discarded because of change in product or change in the method of production or invention of an improved model of machine. അപ്പോൾ പുതിയൊരു ഇൻവെൻഷൻ വരുന്നു അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു മാറ്റം, ചേഞ്ചസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നമ്മുടെ അസറ്റിൽ ഒരു സഡൻ ലോസ് സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഒബ്സലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് വേസ്റ്റ് ആണ്. ദിസ് വേസ്റ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ബേസിക് റോ മെറ്റീരിയൽ വിച്ച് ഈസ് ലോസ്റ്റ് ഇൻ പ്രോസസ്സിംഗ് ആൻഡ് വിച്ച് ഹാസ് നോ റിക്കവറി വാല്യൂ. പ്രോസസ്സിംഗ് ടൈമിലാണ് സംഭവിക്കുന്നതിൻ്റെ ലോസ്, പക്ഷേ അതിന് എന്തുമില്ല, റിക്കവറി വാല്യൂവും ഇല്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡസ്റ്റ്, സ്മോക്ക്, ഗ്യാസസ്, ഇങ്ങനെയൊക്കെ എന്നുള്ളത് എന്താണ്, വേസ്റ്റിന് ഉദാഹരണമാണ്. ഇനി അടുത്ത വരുന്നത് എന്താണ്, സ്ക്രാപ്പാണ്. സ്ക്രാപ്പ് ഈസ് ദി ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസിഡ്യൂ കമ്മിങ് ഔട്ട് ഓഫ് സെർട്ടൈൻ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ്. ചില പ്രത്യേക മാനുഫാക്ചറിങ്ങിലൂടെ വരുന്ന ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസിഡ്യൂയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതും ഒരു വേസ്റ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ ഇറ്റ് ഈസ് യൂഷ്വലി ഓഫ് സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് ഓഫ് ലോ വാല്യൂ, റിക്കവറബിൾ വിത്തൗട്ട് ഫർദർ പ്രോസസ്സിങ്. ഒരു ഫർദർ പ്രോസസ്സിങ് ഇല്ലാതെ നമുക്ക് റിക്കവറബിൾ ആക്കാൻ പറ്റുന്നതാണ് ഈ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മെറ്റൽ സ്ക്രാപ്പ് അറൈസസ് ഡ്യൂ ടു ഓപ്പറേഷൻസ് ലൈക്ക് ബോറിംഗ്, പഞ്ചിങ്, ഇങ്ങനെ വരുന്ന മെറ്റൽ സ്ക്രാപ്പുകൾ. ഫർണിച്ചർ മേക്കിംഗ് ആണെങ്കിൽ അവിടെ വരുന്ന കട്ട് പീസസും അതേപോലെ ഡസ്റ്റുകളും കാര്യങ്ങളൊക്കെ സ്ക്രാപ്പുകളാണ്. സ്ക്രാപ്പ് റീസെയിലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വരുന്നതിനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇനി സ്പോയിലേജ് ആണ്. ദാറ്റ് സ്പോയിലേജ് ഈസ് ദി പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഹാസ് ബീൻ ഡാമേജ്ഡ് ഇൻ ദി മാനുഫാക്ചറിങ് ഓപ്പറേഷൻ. നമ്മൾ മാനുഫാക്ചറിങ് ഓപ്പറേഷനിൽ ഡാമേജ് ആകുന്ന പ്രൊഡക്റ്റിനെയാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആസ് റോ മെറ്റീരിയൽ എയ്തർ ഇൻ ദി സെയിം പ്രോസസ് ഓർ ഇൻ ദി അതർ പ്രോസസ്. നമുക്ക് സെയിം പ്രോസസ്സിൽ അല്ലെങ്കിൽ വേറെ പ്രോസസ്സിലോ ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ഈസ് മാൻ മെയ്ഡ് സ്ക്രാപ്പ്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഫോൾട്ട് ഇൻ ഓപ്പറേഷൻ. നമ്മുടെ ഓപ്പറേഷനിൽ ഉണ്ടാകുന്ന ഫാൾട്ട് മുഖേന ഉണ്ടാകുന്നതാണ് ബാഡ് വർക്ക്മാൻഷിപ്പ്, യൂസ് ഓഫ് ഡിഫക്റ്റീവ് റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് മെഷീൻസ്, ഫോൾട്ടി ടൂൾ സെറ്റിംഗ്, ഇതിലൂടെയൊക്കെ ഉണ്ടാകുന്നതിനെയാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്.